ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നത് നമ്മുടെ വിജയണ്ണനെ കുറിച്ച് പറയാനാണ്. എല്ലാവർക്കും അറിയാം, അണ്ണൻ പേടിച്ചോടി. ഇനി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നില്ല, ഇനി DMK ഇല്ല എന്നൊക്കെ പല പ്രമേയങ്ങളും ഇവിടെ ഇറങ്ങിയായിരുന്നു. പക്ഷേ കംബാക്ക് കൊടുത്തിരിക്കുകയാണ് അണ്ണൻ. കംബാക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയണ്ണൻ ജോസഫ് വിജയ് ചന്ദ്രശേഖരൻ CM സ്ഥാനാർത്ഥിയായി പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. ഇന്ന് നടക്കാൻ പോകുന്നത് വെറും യുദ്ധമല്ല, മഹായുദ്ധം. DMK എന്തൊക്കെ ചെയ്താലും തമിഴ്നാട് ജനങ്ങൾ അണ്ണനെ വോട്ട് ചെയ്യും. അണ്ണൻ വന്ന പല കാര്യങ്ങൾ നടക്കുന്നവർക്കറിയാം. അതിനുവേണ്ടി അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യട്ടെ. അതിനെ എതിർക്കാൻ വേണ്ടി അണ്ണൻ്റെ പുറയിലുള്ളത് ഫാൻസല്ല, ഫത്തർ, ദളപതി ഫത്തർ. അവർ ഒരുങ്ങി ഇറങ്ങിയ അണ്ണൻ്റെ ഒരു വാക്ക് കേട്ട പിന്നെ ഈ ലോകത്തിൽ ഭൂപടത്തിൽ എവിടെ DMK എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നത് വരെ കേട്ടൊരുവായി മാറും. അണ്ണന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന ദളപതി ഫത്തരാണ്. ഇതിൻ്റെ മേലിൽ വെക്കട പറഞ്ഞ DMKക്കാരെ. ഇനി വരാൻ പോകുന്നത് യുദ്ധമാണ്. 2026 CM ജോസഫ് വിജയ് ചന്ദ്രശേഖരൻ. പേര് മറക്കരുത്, ജോസഫ് വിജയ് ചന്ദ്രശേഖരൻ എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന വിജയനെ ദളപതി. ദളപതിയുടെ അർത്ഥം അണ്ണൻ ഒരു സിനിമയുടെ പ്രമോഷനും ഓഡിയോ ലോഞ്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദളപതിയുടെ അർത്ഥം അത് ഓർത്താൻ നല്ലത്. അണ്ണൻ CM തന്നെ 2026 തുടക്കമിട്ടിരിക്കും. DMKയുടെ പതാക ഉയർന്ന് തന്നെ പതർക്കും. അണ്ണൻ്റെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അണ്ണൻ തിരിച്ച് DMKയിലേക്കും CMലെ കസേരയിലേക്ക് വരികയാണ്. വോട്ട് ചെയ്ത് തമിഴ്നാട് ജനങ്ങൾ ഇതിനെ വിജയിപ്പിക്കുക.